ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഝാർഖണ്ഡ്, ഗുജറാത്ത്, ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 3 സംസ്ഥാനങ്ങളിലും വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട നൽകി രാജ്യം. യെച്ചൂരിയുടെ ഭൌതികദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി എയിംസിന് കൈമാറി. നാടും നഗരവും ഓണത്തിരക്കിൽ. ഒരുമയുടെ സന്ദേശവുമായി നാളെ തിരുവോണം. ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിൽ വിദേശ മലയാളികളും. വയനാട് ഉരുൾപൊട്ടൽ അതിജീവിച്ച സഹോദരീ സഹോദരന്മാരോടുള്ള അനുകമ്പ നിറഞ്ഞതായിരിക്കട്ടെ ഈ ഓണമെന്ന് മുഖ്യമന്ത്രി. ഫലപ്രദമായ വിപണി ഇടപെടൽ നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോയ്ക്ക് സാധിച്ചതായി മന്ത്രി GR അനിൽ. ബെൽജിയത്തിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ നീരജ് ചോപ്ര. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഝാർഖണ്ഡ്, ഗുജറാത്ത്, ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ 6 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. 660 കോടിയിലധികം രൂപയുടെ വിവിധ റെയിൽവേ പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ വിഭാഗത്തിലെ 20,000 ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രങ്ങളും ശ്രീ മോദി കൈമാറും. ഗുജറാത്തിലും ഒഡീഷയിലും വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും CPIM ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിക്ക് വിട നൽകി രാജ്യം. ഡൽഹി AKG ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. AKG ഭവനിൽ നിന്നും വിലാപയാത്രയായി എത്തിച്ച ഭൌതികദേഹം സീതാറാം യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് കൈമാറി. ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിൽ നാടും നഗരവും. കേരളീയർക്ക് ഇത് ഉത്രാടപ്പാച്ചിലിന്റെ മണിക്കൂറുകളാണ്. ഒരുമയുടെ സന്ദേശവുമായി നാളെ തിരുവോണം. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. ഓണക്കോടികൾ കൈമാറിയും ഓണസദ്യയുടെ ഒരുക്കങ്ങളുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷ ലഹരിയിലാണ്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ. ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായ ഒരുമയുടെ ഉത്സവമായ ഓണത്തിന്റെ സന്ദേശം ലോകമെങ്ങുമെത്തട്ടെ എന്ന് ഗവർണർ ആശംസിച്ചു. വയനാട് ഉരുൾപൊട്ടൽ അതിജീവിച്ച സഹോദരീ സഹോദരന്മാരോടുള്ള അനുകമ്പ നിറഞ്ഞതായിരിക്കട്ടെ ഈ ഓണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തവണ വയനാടിന്റെ ഓണാഘോഷങ്ങൾക്ക് നിറം മങ്ങി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ നടുക്കം ഇതുവരെയും വയനാട്ടുകാരെ വിട്ടുമാറിയിട്ടില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഉത്രാട ദിനത്തിൽ പോലും നഗരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല. വസ്ത്രവിപണികൾ ഉൾപ്പെടെ വിജനമായിരുന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ടൂറിസം മേഖലയിലുണ്ടായ പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. നഗരങ്ങളിലോ ചുരത്തിലോ വാഹന തിരക്കുകളില്ലാത്ത അവസ്ഥയാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർ സർക്കാർ അനുവദിച്ചു നൽകിയ വീടുകളിലും ബന്ധുവീടുകളിലുമാണ് കഴിയുന്നത്. ഓണം പ്രമാണിച്ച് ഇവരുടെ വീടുകളുടെ വാടക ഓണത്തിന് മുൻപേ സർക്കാർ നൽകുകയും ചെയ്തു. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഓണസദ്യ ഒരുക്കുന്നതല്ലാതെ മറ്റ് ഓണാഘോഷ പരിപാടികൾ ഒന്നും തന്നെ ഇല്ല. ഓണത്തോടനുബന്ധിച്ച് ശബരിമല ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക്. സന്നിധാനത്ത് ഓണസദ്യയ്ക്ക് ഇന്ന് തുടക്കമായി. ഇന്ന് മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെ വകയായിരുന്നു ഓണസദ്യ. നാളെ ദേവസ്വം ജീവനക്കാരുടെയും തിങ്കളാഴ്ച പോലീസിന്റെയും വകയാണ് സദ്യ. തിരുവോണ ദിനമായ നാളെ രാവിലെ 5-ന് നട തുറക്കും. ഓണം കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. ഫലപ്രദമായ വിപണി ഇടപെടൽ നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോയ്ക്ക് സാധിച്ചതായി മന്ത്രി GR അനിൽ. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിലെ സപ്ലൈകോ ഓണം ഫെയർ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്രാട ദിനത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ 16 കോടി രൂപയുടെ വിൽപ്പനയാണ് ജില്ലാ ഫെയറുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. അർഹരായ 92% റേഷൻ കാർഡ് ഉടമകളും സൌജന്യ ഭക്ഷ്യക്കിറ്റ് വാങ്ങിയെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം ജില്ലയും ഓണത്തിരക്കുകളിലാണ്. ഉച്ചതിരിഞ്ഞ് ജനങ്ങൾ കമ്പോളങ്ങളിലേക്ക് ഇറങ്ങിയതോടെ ഉത്രാടപ്പാച്ചിൽ പാരമ്യതയിലേക്കെത്തി. തുണിത്തരങ്ങളും പച്ചക്കറികളും വാങ്ങാൻ വലിയ കടകളിൽ മാത്രമല്ല വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രധാന റോഡുകളിലെ വാഹന ബാഹുല്യം ഗതാഗതക്കുരുക്കിന് കാരണമായതോടെ ഗതാഗത നിയന്ത്രണത്തിനും സുരക്ഷയ്ക്കുമായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്.
ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉച്ചതിരിഞ്ഞ് ജനങ്ങൾ കമ്പോളങ്ങളിലേക്കിറങ്ങിയതോടെ ഉത്രാടപ്പാച്ചിൽ പാരമ്യതയിലേക്കെത്തി. കഴിഞ്ഞ ദിവസം വരെ ജില്ലയിൽ വ്യാപകമായി പെയ്തിരുന്ന മഴ മാറി ഓണവെയിൽ ഉറച്ചത് തെരുവ് കച്ചവടക്കാർക്കും സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർക്കും അനുഗ്രഹമായി. കൊല്ലം നഗരത്തിലെ ആശ്രാമ മൈതാനത്ത് നടക്കുന്ന പ്രദർശന വിപണന മേളകളിലും ചിന്നക്കടയിലെ നിരത്തുകളിലും അതിശയിപ്പിക്കുന്ന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നഗരത്തിലെ പ്രധാന റോഡുകളിലെ വാഹനബാഹുല്യം ഇടയ്ക്കൊക്കെ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. സന്ധ്യ മയങ്ങുന്നതോടെ കരടികളി സംഘങ്ങളും നിരത്തുകളിൽ സജീവമാകും. തലസ്ഥാന നഗരിയും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകളിൽ മുങ്ങി. പുതുവസ്ത്രങ്ങൾ വാങ്ങാനും സദ്യവട്ടങ്ങൾക്കുമായി നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒഴുകിയെത്തിയതോടെ തിരുവനന്തപുരം നഗരത്തിലെ കമ്പോളങ്ങളിലും വീഥികളിലും തിരക്കേറി. വിദേശ രാജ്യങ്ങളിലെ മലയാളികളും ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. യുഎയിലെ മലയാളി സമൂഹവും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഉപ്പേരി, ശർക്കര വരട്ടി ഉൾപ്പെടെയുള്ള വിഭവങ്ങളും ഓണക്കിറ്റുകളും നേരത്തെ തന്നെ വിപണികളിൽ ഇടം പിടിച്ചിരുന്നു. ഷോപ്പിംഗ് മാളുകളും മറ്റ് പൊതുയിടങ്ങളും പൂക്കളും ഒരുക്കിയും പായസമേളകൾ സംഘടിപ്പിച്ചും ആഘോഷങ്ങൾക്ക് പൊലിമ കൂട്ടാൻ രംഗത്തുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ പുറത്തുനിന്നുള്ള തുഴച്ചിലുകാരെ ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. ഈ മാസം 18 നടക്കുന്ന ആറന്മുള ജലമേളയിൽ 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗത്തോടുകൂടി ജലമേള ആരംഭിക്കും. 121ാമത് ശ്രീനാരായണ ജയന്തി കുമരകം മത്സരം വള്ളംകളി മന്ത്രി VN വാസവൻ നാളെ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ഗുരു കുമരകം സന്ദർശിച്ചതിന്റെ സ്മരണ പുതുക്കുന്നതിനായാണ് മത്സര വള്ളംകളി നടത്തുന്നത്. ആറന്മുള പാർത്ഥസാരഥിക്ക് ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി കാട്ടൂരിൽ നിന്നും പുറപ്പെട്ടു. തിരുവോണ നാളായ നാളെ പുലർച്ചെ തോണി ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തും. തിരുവാറന്മുളയപ്പന് ഓണമുണ്ണാൻ മങ്ങാട്ട് ഭട്ടതിരി ഓണവിഭവങ്ങളുമായി എത്തുന്നുവെന്നാണ് ഐതിഹ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. തിരുവാറന്മുളയപ്പന് ഓണമുണ്ണാൻ ഓണവിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരി കാട്ടൂരിൽ നിന്നും തിരുവോണത്തോണിയിൽ യാത്ര തിരിച്ചു. പള്ളിയോടങ്ങളുടെ അകമ്പടിയിൽ കാട്ടൂർ ക്ഷേത്രത്തിലെ ദീപവും സദ്യവട്ടങ്ങളുമായി തിരുവോണത്തോണി തിരുവോണനാളായ നാളെ പുലർച്ചെ മധുക്കടവിലെത്തും. ഒരിക്കൽ തിരുവോണത്തോണിയിൽ ഓണവിഭവങ്ങളുമായി ആറന്മുളയിലേക്ക് യാത്ര തിരിച്ച ഭട്ടതിരിയെ വഴിയിൽ വെച്ച് കള്ളന്മാർ ആക്രമിക്കുകയും കരക്കാർ വള്ളത്തിലെത്തി ഭട്ടതിരിക്കും തിരുവോണത്തോണിക്കും സംരക്ഷണം നൽകിയെന്നും തുടർന്നുള്ള വർഷങ്ങളിൽ ഇത്തരത്തിൽ അകമ്പടിക്കായി എത്തിയ വള്ളങ്ങൾ പിന്നീട് പള്ളിയോടങ്ങളായി മാറിയെന്നും ഐതിഹ്യമുണ്ട്. ബെൽജിയത്തിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര മത്സരിക്കും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:52 മത്സരം. 2022 ഡയമണ്ട് ലീഗിൽ 1ാം സ്ഥാനവും 2023 2ാം സ്ഥാനവുമാണ് നീരജിന് ലഭിച്ചത്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി നീരജ് ചോപ്ര വെള്ളി മെഡലും നേടിയിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഒഡീഷ FC ചെന്നൈയിൻ FC മത്സരം പുരോഗമിക്കുന്നു. രാത്രി 7:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ബംഗളൂരു FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 വിക്കറ്റിന്റെ വിജയം. കൊച്ചി ഉയർത്തിയ 85 റൺസ് വിജയലക്ഷ്യം 17.5 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ തൃശൂർ മറികടക്കുകയായിരുന്നു. രണ്ടാം മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സും അദാനി ട്രിവാൻഡ്രം റോയൽസും ഏറ്റുമുട്ടും. തിരുവനന്തപുരം വെള്ളായണി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കർഷക സമൃദ്ധി കേന്ദ്രം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഝാർഖണ്ഡ്, ഗുജറാത്ത്, ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 3 സംസ്ഥാനങ്ങളിലും വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട നൽകി രാജ്യം. യെച്ചൂരിയുടെ ഭൌതികദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി എയിംസിന് കൈമാറി. നാടും നഗരവും ഓണത്തിരക്കിൽ. ഒരുമയുടെ സന്ദേശവുമായി നാളെ തിരുവോണം. ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിൽ വിദേശ മലയാളികളും. ഫലപ്രദമായ വിപണി ഇടപെടൽ നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോയ്ക്ക് സാധിച്ചതായി മന്ത്രി GR അനിൽ. ബെൽജിയത്തിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ നീരജ് ചോപ്ര. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.